നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം പ്രഗത്ഭനും പ്രശസ്തനുമായ ക്രിമിനൽ വക്കീൽ ആളൂർ അന്തരിച്ചു. സോഷ്യൽ മീഡിയ ആ വാർത്ത ആഘോഷിച്ചത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. കുറ്റവാളികളുടെ തമ്പുരാൻ ആളൂർ അന്തരിച്ചു എന്നായിരുന്നു സോഷ്യൽ മീഡിയ വാർത്തകൾ. എന്തുകൊണ്ടാണ് ആളൂർ അങ്ങനെ വായിക്കപ്പെട്ടത് എന്നത് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അദ്ദേഹം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തമ്പുരാനായി മാറുകയായി. അദ്ദേഹം പ്രശസ്തനാകുന്നത് ഷൊർണൂരിൽ തീവണ്ടിയിൽ നിന്ന് സൗമ്യ എന്ന് പറയുന്നതായിട്ടുള്ള വിദ്യാർത്ഥിയെ തള്ളിയിട്ട് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഗോവിന്ദചാമിയെ സംരക്ഷിക്കാനായിട്ട് കോടതിയിൽ ഹാജരാകുന്നതോടുകൂടിയാണ്. ഗോവിന്ദചാമി എന്ന് പറയുന്ന ക്രിമിനലിനെ കൊലക്കയറിൽ നിന്ന് അദ്ദേഹം ഊരിക്കൊണ്ടുവന്നു. പിന്നീട് കേരളം കണ്ടത് കുറ്റവാളികൾ ഉള്ളിടത്തേക്ക് ആളൂർ കടന്നു ചെല്ലുന്ന കാഴ്ചയാണ്. ആളൂരുണ്ടെങ്കിൽ ഏത് കുറ്റവാളിക്കും കുറ്റവിമുക്തനായി രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞ വിശ്വാസം തന്നെ സമൂഹത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥി ജിഷയുടെ കൊലപാതകത്തിലും അതുപോലെ പീഡനത്തിനും കാരണമായിട്ടുള്ള പ്രതിക്ക് വേണ്ടി അദ്ദേഹം ഹാജരായി. അതിനുശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്നത് കൂടത്തായി കൊലപാതക പരമ്പരയിലെ കുറ്റവാളിയാക്കപ്പെട്ട ജോളിക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ ഹാജരായത്. കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദന ദാസിനെ കൊലപ്പെടുത്തിയ സന്ദീപ് എന്ന് പറയുന്ന കുറ്റവാളിക്ക് വേണ്ടി ആളൂർ ഹാജരായി. ഇലന്തൂരിൽ നരഹത്യ നടത്തിയ പ്രതികൾക്ക് വേണ്ടിയും അദ്ദേഹം ഹാജരായി. എവിടെയൊക്കെ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്, കുറ്റവാളികൾ ഉണ്ടാകുന്നുണ്ടോ, അവരെ അന്വേഷിച്ച് ആളൂർ പോകുന്ന വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. ശരിയാണ്, അദ്ദേഹം ഒരു വക്കീലാണ്. വക്കീലിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്നത് അദ്ദേഹത്തിൻ്റെ ക്ലയൻസിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, ജോലി ചെയ്യുക എന്നുള്ളതാണ്. ആളൂർ എത്രമാത്രമല്ലേ ചെയ്തുള്ളൂ എന്ന് ഒരുപക്ഷെ പ്രൊഫഷണൽ വക്കീലന്മാർ നമ്മളോട് ചോദിച്ചെന്നിരിക്കും. ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്, ശരിയുമാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഊർജം എന്ന് പറയുന്നത് ധാർമ്മികതയാണ്. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മനസാക്ഷി ഇല്ലാത്ത തരത്തിൽ ക്രൂരമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ടുള്ള കുറ്റവാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്നൊരു ചോദ്യമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരെ ഉയർന്നു വരുന്നത്. പക്ഷെ ആളൂർ അതൊന്നും കണക്കാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു വക്കീൽ ജോലിയുടെ രണ്ട് ഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറ്റവാളികളാകാം, ചിലപ്പോൾ കുറ്റവാളികളായിട്ട് മുദ്രയടിക്കപ്പെട്ടവരാണ്. നിരപരാധിയായിട്ടുള്ള ആളുകൾ കുറ്റവാളികളാക്കപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളിൽ നിരപരാധികളെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്ക് എന്ന ചോദ്യം ഉയരുമ്പോൾ വക്കീൽമാർ കൃത്യമായിട്ട് പറയുന്നത് ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ്. പക്ഷെ അതങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവരെ മാത്രമല്ല ഇവർ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുന്ന കുറ്റവാളികളെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറ്റവാളികളുടെ തമ്പുരാൻ ആളൂർ അന്തരിച്ചു എന്ന് പറയുന്ന വാർത്ത പ്രസക്തമായിട്ടുള്ള രീതിയിൽ അവർ ആഘോഷിച്ചത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സമൂഹത്തിൻ്റെ ധാർമ്മികതയും അതേപോലെ തന്നെ മനസാക്ഷിയും ഒക്കെയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായി തീരുകയും നമ്മളുടെ സഹജീവികൾക്ക് കൂടുതൽ ആശ്വാസകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തിയാകുമ്പോൾ മാത്രമാണ് അത്തരം പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നതും അഭിനന്ദിക്കുന്നതും. മറ്റുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എഴുത്തേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ആളൂർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഈ പ്രൊഫഷണൽ വക്കീൽ വിലയിരുത്തപ്പെടുന്ന സമയത്ത് ഈ പ്രശ്നമാണ് സമൂഹത്തിന് മുന്നിൽ ഉള്ളത്. സമൂഹത്തിന് മുന്നിലുള്ള ആ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നത് സൗമ്യയുടെ അമ്മയുടെ ഒടുക്കത്തെ പ്രാകലിൽ നിന്നാണ്. ആ പ്രാകലിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ധാർമ്മികത തന്നെയാണ്. അത് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് കഴിയുകയും സമൂഹം കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത്
ഈ വാർത്തയുടെ വിശകലനത്തിൽ പ്രധാനപ്പെട്ടതാണെന്ന് കണക്കാക്കുന്നു.